പരിചമുട്ടുകളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇപ്പോൾ വേറൊരു കലാരൂപം, അതിന് സമാന്തരമായ വേറൊരു അതിമനോഹരമായ കലാരൂപം നമ്മൾ കാണുകയാണ്. അത് വാളാട്ട പരിചവീശ് കളിയെന്നും പരിച കളിയെന്നും പരിച വീശ് കളിയെന്നും ഒക്കെ ഈ കളിക്ക് പറയും. ഇത് പൊതുവെ പൊതുസമൂഹത്തിൽ മത്സര ഇനമാകാത്ത ഒരു കലയായത് കാരണം ഈ മധ്യ തിരുവിതാംകൂറിൻ്റെയും തിരുക്കൊച്ചിയുടെയും കടലോരങ്ങളിലെ ഉള്ള ഒരു പ്രാമാണിക കലയായി പെരുന്നാൾ പാടുകളിലാണ് കണ്ടുമുട്ടുന്ന ഒരു മനോഹരമായ കലയാണ് പരിച വീശുകളി. കാര്യം പരിചമുട്ട് കളിക്കുന്ന നിന്ന് വ്യത്യസ്തമായി വാളും പരിചയമാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷേ വാളും പരിചയം ഉപയോഗിക്കുമ്പോൾ തമ്മിൽ വാളും പരിചയം മുട്ടണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മെറ്റലിൻ്റെ ലോഹത്തിൻ്റെ വാളും പരിചയം ഉപയോഗിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ പരിച മുട്ടുകളി കേരള സൈനിക വേഷം ഉപയോഗിക്കുമ്പോൾ പരിച വീശുകളി ശരിക്കും പോർട്ടുഗീസ് സൈനിക വേഷമാണ് ഉപയോഗിക്കുന്നത്. പോർട്ടുഗീസ് സൈനിക വേഷം എന്ന് പറയുന്നത് കൊച്ചിയിലെ സൗദിയിലുള്ള പോർട്ടുഗീസുകാരുടെ ഒരു കാലത്ത് കൊത്തു പണി ചെയ്ത ഒരു വിഗ്രഹമുണ്ട്, പുരാതനമായ ചരിത്ര വിഗ്രഹം. അതിൻ്റെ താഴെ അത് മാതാവിൻ്റെ വിഗ്രഹമാണ്. ആ മാതാവിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ ചുവട്ടിൽ ഒരു പോർട്ടുഗീസ് പട്ടാളക്കാരനുണ്ട് കൈകൊമ്പ് നിൽക്കുന്നത്. ഈ പോർട്ടുഗീസ് പട്ടാളക്കാരൻ്റെ വേഷമാണ് ഈ പരിച വീശുകളി ഉപയോഗിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിച വീശുകളി ഒരു ഇൻഡോ യൂറോപ്യൻ പ്ലേ ആണ്. ഒരു പക്ഷേ ചവിട്ടനാട്ടത്തിന് വ്യത്യസ്തമായി നിലനിൽക്കുന്ന പാശ്ചാത്യ സംസർഗത്തിൽ നിന്ന് നമ്മുടെ സംസ്കാര അനുരൂപണം നടത്തിയിട്ടുള്ള ഒരു വിചിത്രമായ കലാരൂപമാണ് പരിച വീശുകളി. ഇതിൻ്റെ പാൻസും കോട്ടും ഓവർ കോട്ടും ഒക്കെ, പിന്നെ ഹെഡ് ടർബൺ തൊപ്പിയാണ് വെക്കണത്. മറ്റേത് നമുക്ക് പരിച മുട്ടുകളിക്ക് തലയിൽ കെട്ട് വരുമ്പോൾ പരിച വീശുകളിക്ക് തൊപ്പിയാണ് വരുന്നത്. പിന്നെ പാടുന്ന പാട്ടുകൾക്ക് പ്രാമുഖ്യം സെൻറ്റ് ജേക്കബാണ്. ഗീവർഗീസും അല്ല, സെൻറ്റ് സെബാസ്റ്റിനും അല്ല, നമ്മുടെ സെയിൻറ്റ് ജേക്കബാണ്. സെയിൻറ്റ് ജേക്കബ് എന്ന് പറയുന്നത് സാന്റിയാഗോ എന്ന് പറയും. അതായത് സ്പെയിൻകാരും പോർട്ടുഗീസുകാരുടെ യുദ്ധദേവനാണ് സാന്റിയാഗോ, സെൻറ്റ് ജേക്കബ്. അതായത് ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാർ ഒരാൾ. പക്ഷേ വിശുദ്ധ സ്ഥലം വീണ്ടെടുക്കാൻ വേണ്ടി കാർസ്മാന് യുദ്ധാഭ്യാസം കൊടുക്കുന്നത് സാന്റിയാഗോയാണ്. അതുകൊണ്ട് പോർട്ടുഗീസുകാർ ചെല്ലണ എല്ലാ സ്ഥലങ്ങളിലും സാന്റിയാഗോയെ പ്രതിഷ്ഠിക്കും. അപ്പോൾ സാന്റിയാഗോയുടെ അവദാനങ്ങൾ മലയാളത്തിലുണ്ട്. സന്ധ്യാപുണ്യാളെന്ന് പറയും. സന്ധ്യാപുണ്യാളവ ചടപടലാലെ കുതിരപ്പുറത്ത് സന്ധ്യാപുണ്യാളവ എന്നുള്ളത് അതൊരു പാട്ടാണ്. അതായത് ചടപട എന്ന് പറയുമ്പോൾ യുദ്ധം, വാർ ആക്ഷനാണ് ചടപട. അപ്പോൾ ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചടപടയാലെ വെള്ളക്കുതിരപ്പുറത്ത് സന്ധ്യാപുണ്യാളവ. അത് സന്ധ്യാപുണ്യാളിൻ്റെ സ്ഥലം മുണ്ടൻവേലിയാണ് ശരിക്കും പ്രധാനപ്പെട്ട സ്ഥലം. പല സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ കളി നേർച്ചയായിട്ട് വാളും പരിചയം കൊടുക്കുന്നുണ്ട്. ഇന്നും ആ കളി പുണ്യാളൻ ഇറങ്ങുമ്പോൾ തിരുസ്വരൂപത്തിന് തിരുനാളിൻ്റെ സമയത്ത് ഈ പോർട്ടുഗീസ് വേഷം ധരിച്ച വാളും പരിചയമുള്ള, അതായത് ആലപ്പുഴ കൊച്ചി രൂപത ഒരൊറ്റ സമൂഹമായിരുന്നു ആദ്യകാലങ്ങളിൽ, ആരാധനക്രമത്തിലും അതുപോലെ തന്നെ രൂപതാ ബേസിൽ. ഇപ്പോഴാണ് രണ്ടായി, ആലപ്പുഴ വരെ കൊച്ചി വരെ. പക്ഷേ ഇതിൻ്റെ സാംസ്കാരിക കലാപരിതരങ്ങളെല്ലാം ഒന്നാണ്. അവിടെ നിന്നാണ് കൊച്ചിക്കും ആലപ്പുഴയ്ക്കും പരിച വീശി കളി കിട്ടിയത്. അത് ഇനിയും പൊതുസമൂഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെടുകേണ്ടതും നിലനിർത്തേണ്ടതുകൊണ്ട് യുവജനോത്സവത്തിൽ മത്സര ഇനമാക്കേണ്ടതുമുണ്ട്.